നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം. ചവറയിലും മാവേലിക്കരയിലും LDF സ്ഥാനാർത്ഥികളുടെയും കരുനാഗപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിയുടെയും പ്രചരണാർത്ഥം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻ ജി നാഥാണ് CR മഹേഷിനെതിരെ മത്സരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടെന്നും കുറ്റപ്പെടുത്തൽ. ലിറ്റർ വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെ ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നാണ് വിദേശ മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. കോൺഗ്രസ് നേതാവും മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് തീരുമാനമെന്ന് ദിനകർ കോട്ടക്കുഴി. വിശദമായ വാർത്തകളിലേക്ക്. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ഡോക്ടർ സുജിത് വിജയൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറ തട്ടാശ്ശേരിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ഡോക്ടർ സുജിത് വിജയൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറ തട്ടാശ്ശേരിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ചവറ തട്ടാശ്ശേരിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം തൊഴിലുറപ്പ് സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റിൽ പൊരുതുമ്പോ കേരളത്തിലെ UDFന്റെ MPമാർ എന്ത് ചെയ്യുകയായിരുന്നു? അവര് പാർലമെന്റിന് പുറത്ത് ശബരിമല പാട്ടുപാടുകയായിരുന്നു. ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമായി മാറുന്നത് എന്താണ്? പൊതുവിതരണ സമ്പ്രദായമാണ്. ആരാണ് കേരളത്തിൽ പൊതുവിതരണം കൊണ്ടുവന്നത്? കേരളത്തിൽ ആ പൊതുവിതരണം കൊണ്ടുവന്നത് സഖാവ് AKG ഉൾപ്പെടെ നടത്തിയ പോരാട്ടമാണ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്ന കാലം. പണ്ട് കാലത്തെ ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്ന MPമാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കേരളത്തിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ ബുദ്ധിമുട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച് ഈ കേരളത്തെ സംരക്ഷിക്കാൻ MPമാർ രക്ഷാവലയം തീർത്തിരുന്നു. അങ്ങനെയാണ് 1960കളിൽ ഈ കേരളം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേരളം, വിദേശ നാണ്യം നേടിത്തരുന്ന കേരളം. പക്ഷേ കേരളത്തിന് ധാന്യവിളകളാണ് വേണ്ടത്, അരിയാണ് വേണ്ടത്. അതിവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുറവ് വരുന്നു. അങ്ങനെ വന്നപ്പോ രാജ്യത്തിന് നാണ്യവിള നേടിക്കൊടുക്കുന്ന ഈ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ഈ സംസ്ഥാനത്തിന് ഐഷിഹാബ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ സ്വാഗതം പറഞ്ഞു. സ്ഥാനാർത്ഥി സുജിത് വിജയൻ പിള്ള, R രവീന്ദ്രൻ, G മുരളീധരൻ, ശ്യാം മോഹൻ, അനിൽ പുത്തേഴം, രാജമ്മ ഭാസ്കരൻ, ചവറഷ, CK ഗോപി, ഇല്ലിക്കൽ അഗസ്റ്റി, സൈനുദ്ദീൻ, MA റഹ്മാൻ, ഷാജി S പള്ളിപ്പാടൻ, R സുരേന്ദ്രൻ പിള്ള, K മോഹനകുട്ടൻ, V മധു, V ജ്യോതിഷ് കുമാർ, TA തങ്ങൾ, S സോമൻ, മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. ഭാരവാഹികളെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു. ഐഷിഹാബാണ് ചെയർമാൻ. കൺവീനർ T മനോഹരൻ. ന്യൂസ് ബ്യൂറോ, ചവറ. LDF മാവേലിക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരുമൂട്ടിൽ നടത്തി. MS അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടത്തിയത്. 501 അംഗ കമ്മിറ്റിയെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലിക്കര നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരുമൂട് വിഭജിക ഓഡിറ്റോറിയത്തിൽ നടത്തി. CPIM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. M മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു.
ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സാർത്ഥക ഉൽപ്പന്നമായിട്ടുള്ള തുടർ വികസിത കേരളം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങൾ രാജ്യാന്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നവകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് അടക്കുവാൻ കഴിയും. ജേക്കബ് ഉമ്മൻ സ്വാഗതം പറഞ്ഞു. CS സുജാത, G ഹരിശങ്കർ, K മധുസൂദനൻ, മുരളി തഴക്കര, G രാജമ്മ, ലീല അഭിലാഷ്, B ബിനു, G അജയകുമാർ, MD ശ്രീകുമാർ, ജേക്കബ് ഉമ്മൻ, KS രവി, N രവീന്ദ്രൻ, J അശോക് കുമാർ, ബിനോസ് തോമസ് കണ്ണാട്ട്, സാദത്ത് ചാരുമൂട്, KC ഡാനിയൽ, രാജു, വിനോദ് പേള, സുരേന്ദ്രൻ പള്ളിക്കൽ, ഷാജി, N സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാനാർത്ഥി MS അരുൺകുമാർ കൺവെൻഷനെ അഭിവാദ്യം ചെയ്തു. കൺവെൻഷനു മുമ്പായി വിപ്ലവ ഗാനങ്ങളുടെ അവതരണവും നടത്തി. M മുഹമ്മദ് അലി പ്രസിഡന്റും K രാഘവൻ സെക്രട്ടറിയുമായി 501 അംഗ കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. CS സുജാത, KS രവി എന്നിവരാണ് രക്ഷാധികാരികൾ. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻജി നാഥാണ് CR മഹേഷിനെതിരെ മത്സരിക്കുന്നത്. കോൺഗ്രസിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും പാർട്ടിയിൽ അവഗണന നേരിട്ടെന്നും ബോബൻജി നാഥ് കുറ്റപ്പെടുത്തി. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻജി നാഥാണ് CR മഹേഷ് MLAക്കെതിരെ മത്സരിക്കുന്നത്. ബോബൻജി നാഥ് പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ മത്സരരംഗത്തെത്തിയതെന്ന് ബോബൻജി നാഥ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥയും അവഗണനയും നിലനിൽക്കുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകരാണ് താനെന്നും പാർട്ടി നടപടി സ്വീകരിച്ചാൽ BJPയിൽ ചേരില്ലെന്നും ദളിത് സംഘടനകളെ സംയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റിൽ പോലും തന്നെ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേതാവ് ഏത് ജാതിയാണെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരെയോ പ്രവർത്തകരെയോ പിടിച്ചുകൊണ്ടുവന്ന് അവരെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലത്ത് ഞാൻ വിളിച്ച മുദ്രാവാക്യമോ ഞാൻ കൊണ്ട അടിയോ ഞാൻ കൊണ്ട വെയിലോ ഏൽക്കാത്ത AC-യിൽ മാത്രം കഴിഞ്ഞിട്ടുള്ള പലരും നിയമസഭാ സ്ഥാനാർത്ഥികളായി, KPCC ഭാരവാഹികളായി, DCC സെക്രട്ടറിമാരായി ഉന്നത സ്ഥാനങ്ങളിൽ അവർക്ക് എത്താൻ കഴിഞ്ഞത് അവരുടെ ജാതിയുടെ മാത്രം മേന്മ കൊണ്ട് മാത്രമാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും കഴിവുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. ഇതിനൊരു മാറ്റം വേണ്ടയോ? കൊല്ലം ഫാത്തിമ കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാനെ, യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള നിരവധി ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവർ പിന്നീട് അവർക്ക് KSUവിനകത്തോ യൂത്ത് കോൺഗ്രസിനകത്തോ അവസരം ലഭിക്കാതിരുന്ന എൻ്റെ 10-15 സുഹൃത്തുക്കളുണ്ട്. ജാതി എല്ലാത്തിനും ഘടകമായി മാറുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇലക്ഷൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കാൽവെപ്പായിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കായംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് U പ്രതിഭ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാർത്തികപ്പള്ളി ഭൂരേഖ തഹസിൽദാർ NS അനിത റാണി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ക്ഷേമപെൻഷനും സ്ത്രീ സുരക്ഷാ പദ്ധതിയും അടക്കം കൃത്യതയോടെ നടപ്പാക്കി അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ. കായംകുളം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് U പ്രതിഭ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കായംകുളം അസംബ്ലി മണ്ഡലം അസിസ്റ്റന്റ് വരണാധികാരി കാർത്തികപ്പള്ളി ഭൂരേഖ തഹസീൽദാർ NS അനിത റാണി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം S വാസുദേവൻ പിള്ളയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം NS സ്മാരക മന്ദിരത്തിൽ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെ ഹരിപ്പാട് ക്ഷേത്രത്തിന് സമീപമെത്തി. തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിനായുള്ള തുക DYFI അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിയോജകമണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് കൈമാറി. CPIM കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് A ഷാജഹാൻ, CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ, ഷെയ്ഖ് P ഹാരിസ്, കോശി അലക്സ്, അബിൻ ഷാ, അഡ്വക്കേറ്റ് AS സുനിൽ, KG സന്തോഷ്, ശ്രീകുമാർ, സക്കീർ മല്ലഞ്ചേരി, ഷിജു ഇഞ്ചക്കൽ, ഐ ഷാജഹാൻ, സുബിൻ തോപ്പിൽ, ജയറാം, ലിയാഖത്ത് പറമ്പി, താജുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. 10 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെ ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നാണ് ബൈക്കിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് പിടികൂടി.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നും 10 ലിറ്റർ വിദേശമദ്യം പിടികൂടിയത്. ബൈക്കിൽ കടത്തുകയായിരുന്ന വിദേശമദ്യമാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ബിജു, ഉണ്ണികൃഷ്ണപിള്ള, അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി. കേരള പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നിന്നും ആരംഭിച്ച രഥഘോഷയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത്. കേരള പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമ ഘോഷയാത്രയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. 18-ന് ചാലക്കുടിയിൽ നിന്നുമാണ് രഥഘോഷയാത്ര ആരംഭിച്ചത്. അയ്യൻകാളിയുടെ അർദ്ധകായ പ്രതിമ കൊട്ടാരക്കര അവധൂതാശ്രമത്തിൽ സ്ഥാപിക്കും. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ഡോക്ടർ രാംദാസ് അത്താവലെ ഉദ്ഘാടനം നിർവഹിക്കും. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ പി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. മുമ്പേ പോയവർ ഇത് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ ഈ വിധത്തിൽ നിൽക്കുന്നതെന്ന് നമ്മുടെ ചരിത്രം വരും തലമുറയെ പഠിപ്പിക്കുവാനും ഇതുപോലുള്ള പഠന ഗവേഷണ കേന്ദ്രങ്ങൾ കൊണ്ട് കഴിയും. ഇപ്പോഴും നമ്മുടെ സംഭാവന +2 കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൊബൈൽ സ്റ്റാളിലോ വേറെ ഏതെങ്കിലും കടകളിലോ ഒക്കെ ഉപജീവന മാർഗം നടത്താനായി സ്വന്തം കാലിൽ നിൽക്കാനായി യുവനങ്ങൾ മാറുന്ന അവസ്ഥയാണ്. പഠിച്ചു മുന്നേറുവാനോ ശ്രീമാൻ അയ്യൻകാളി, നമ്മുടെ മഹാചാര്യൻ അയ്യൻകാളി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൽ ഉന്നതത്തിലെത്തുവാനോ ആ ഉന്നത ശ്രേണിയിലുള്ള വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഉദ്യോഗത്തിലേക്ക് കടക്കുവാനോ നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാന്റിന് വേണ്ടി ഇപ്പോഴും സമരം ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ. വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ സമരം ചെയ്താൽ മാത്രമേ കിട്ടൂ എന്നൊരവസ്ഥ കേരളത്തിൽ മാത്രമല്ല ആകമാനം ഈ രാജ്യത്താകമാനം ഇപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ CK സുരേന്ദ്രനാഥ് 1950 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1950 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംവരണം. 10% സംവരണം. എഴുതിയ സംവരണം 1990 ആയപ്പോൾ ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിന്റെ സംഘടന ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി 1990 27% പിന്നോക്കക്കാരന് സംവരണം നേടിക്കൊണ്ടു. ബാബു അമ്മവീട്, സിംലാൽ, രാധാകൃഷ്ണൻ, യശോധരൻ വെള്ളയാണിപ്പാടം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് നേതാവും മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. തന്നെ അകാരണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ ഒരു വിഭാഗം നേതാക്കളാണെന്ന് ദിനകർ കോട്ടക്കുഴി കുറ്റപ്പെടുത്തി. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് തീരുമാനമെന്ന് ദിനകർ വ്യക്തമാക്കി. മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനും കോൺഗ്രസ് നേതാവും ദളിത് കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. മുമ്പ് കോൺഗ്രസ് നേതൃത്വവുമായി വിയോജിച്ചു നിന്ന ദിനകറിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടിക്ക് വിധേയനാകേണ്ടി വന്നിരുന്നു. കുന്നത്തൂർ അസംബ്ലി സീറ്റിന് വേണ്ടി ദിനകർ ശ്രമം നടത്തിയെങ്കിലും പരിഗണിച്ചില്ല. ഇതിനിടെയാണ് ദിനകർ BJP പാളയത്തിലെത്തുന്നത്. കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് ഈ തീരുമാനമെന്ന് ദിനകർ വ്യക്തമാക്കി. AICC സെക്രട്ടറി അറിവഴകൻ ശാസ്താംകോട്ടയിലെത്തിയപ്പോൾ തന്റെ പേര് തെരഞ്ഞെടുപ്പിന് പരിഗണിച്ചിരുന്നുവെന്നും ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരെ പടയൊരുക്കം നടത്തി അകാരണമായി തന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് BJPയിൽ ചേരുന്നതെന്നും ദിനകർ കോട്ടക്കുഴി പറഞ്ഞു. സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് നിന്ന ഒരു വ്യക്തിയാണിത്. എനിക്ക് ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എനിക്കെതിരായിട്ട് പടയൊരുക്കം തന്നെ നടന്നതെന്ന് ഈ അടുത്ത സമയത്ത് AICC സെക്രട്ടറി ശ്രീ അറിവഴകൻ ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ വന്നിട്ട് മത്സരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ബയോഡാറ്റ കളക്ട് ചെയ്തു. ഏതാണ്ട് 75ഓളം പേരുടെ പേരാണ് 75ഓളം പേരാണ് ഈ ബയോഡാറ്റ കൊടുത്തത്. അപ്പോൾ ഈ കൊടുത്തതിൽ ഞാൻ ആ പരിപാടിയിൽ പോയതുമില്ല, ഞാൻ അതിൽ പങ്കെടുത്തതുമില്ല. കാര്യം എനിക്ക് ഒരു സ്ഥാനാർത്ഥി മോഹമുള്ള ഒരാളെ ആയിരുന്നില്ല. പക്ഷെ അവിടെ കൂടിയതിൽ ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് കോട്ടക്കുഴി സുകുമാരൻ XMLAയുടെ മകൻ ദിനകർ കോട്ടക്കുഴി കുന്നത്തൂരിൽ നിന്നാൽ ജയിക്കും എന്നുള്ള ഒരു അഭിപ്രായം അവർ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് കുന്നത്തൂരിൽ ഒരിക്കലും ഒരു UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ച് MLA ആകരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം നേതാക്കൾ അവരാണ് എനിക്കെതിരായിട്ടുള്ള ഈ പടയൊരുക്കം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
കൊല്ലം SP ബാലസുബ്രഹ്മണ്യൻ ഫൗണ്ടേഷൻ സംസ്ഥാനതല SPV സംഗീത മത്സരം സൂപ്പർ സിംഗർ സീസൺ 3 ഏപ്രിൽ 11-12 തീയതികളിൽ നടക്കും. സോപാനം സരസ്വതി ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം SP ബാലസുബ്രഹ്മണ്യൻ ഫൗണ്ടേഷൻ സംസ്ഥാനതല SPB സംഗീത മത്സരം സൂപ്പർ സിംഗർ സീസൺ 3 ഏപ്രിൽ 11-12 തീയതികളിൽ നടക്കും. കൊല്ലം സോപാനം സരസ്വതി ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ മീറ്റിംഗ് കൊല്ലം SP ബാലസുബ്രഹ്മണ്യൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി നടത്തിവരാറുള്ള സംസ്ഥാനതല SPB പാട്ട് മത്സരത്തെക്കുറിച്ചുള്ള വിവരണമാണ്. കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു മീറ്റിംഗ് നമ്മളിവിടെ നടത്തിയിരുന്നു. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ വർഷങ്ങൾ പോലെ നമുക്കത് എഫക്റ്റ് ചെയ്തില്ല എന്നൊരു നിരാശ നമ്മൾ ബാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കുറ്റം പറയല്ല, ജനങ്ങളിൽ നിന്നൊരു പ്രതികരണം നമുക്ക് നന്നായി കിട്ടിയില്ല. അതുകൊണ്ട് ഈ മീറ്റിംഗിൽ തികച്ചും നിങ്ങൾ കുറച്ചുകൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഒരു മത്സര പരിപാടി ഗംഭീരമാക്കുവാൻ എല്ലാവരും ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി നടത്തുന്നത് ഏപ്രിൽ 11-12 തീയതികളിലാണ്. കൊല്ലം സോപാനം സരസ്വതി ഹാളിൽ വെച്ചാണ്. സീസൺ 3 ആണ്. ഏപ്രിൽ 11-12 ശനി ഞായർ ദിവസങ്ങളിൽ കൊല്ലം സോപാനം സരസ്വതി ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു നിലവാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കുറച്ചുകൂടെ കൂട്ടിയെടുത്ത് ഈ വർഷം പ്രത്യേകത വെച്ചാൽ 2 ദിവസങ്ങളിലായിട്ടാണ് മത്സരം നടത്തുന്നത്. കഴിഞ്ഞ സീസൺ 1 സീസൺ 2 നമ്മൾ നൽകുന്നത് 1 ദിവസങ്ങളായിരുന്നു. മത്സര വിജയികൾക്ക് കേരള സ്റ്റേറ്റ് SPB ഗാനതിലകം പുരസ്കാരവും 1ാം സമ്മാനമായി 30,000 രൂപയും 2ാം സമ്മാനമായി 20,000 രൂപയും 3ാം സമ്മാനമായി 10,000 രൂപയും ലഭിക്കും. 5 പേർക്ക് പ്രോത്സാഹന സമ്മാനവും ലഭിക്കും. സമ്മാന വിതരണം മെയ് 24-ന് SPB ഫൗണ്ടേഷനും ക്രിയേറ്റീവ് മീഡിയയും സംയുക്തമായി കൊല്ലം ആശ്രാമം നീലാംബരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. സുവർണതീരം മെഗാ ഷോയിൽ ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം സമ്മാനദാനം നിർവഹിക്കും. ചലച്ചിത്ര പിന്നണി ഗായകരുടെ സംഗീത വിരുന്നും ഇതോടനുബന്ധിച്ച് നടക്കും. മഹേഷ് കുഞ്ഞുമോൻ അടക്കമുള്ള കലാ സാംസ്കാരിക പ്രതിഭകളും ചടങ്ങിൽ പങ്കെടുക്കും. ഫൗണ്ടേഷൻ ഫൗണ്ടർ ഷാജു കിളികൊല്ലൂർ, പ്രസിഡന്റ് ആശ്രാമ സജീവ്, ജോയിന്റ് സെക്രട്ടറി താജുദ്ദീൻ, സിറിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി UDF നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിണറായി സർക്കാർ സമാധാനത്തോടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ കാർഷിക രംഗം തകർന്നു. കേരളത്തെ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാക്കിയ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ ചതിച്ച, ജനങ്ങളോട് ഏറ്റവും വലിയ അനാദരവ് കാട്ടിയ, അനീതി കാട്ടിയ, ജനാധിപത്യ വിരുദ്ധമായ രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മോദി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൈവിട്ടുകൊണ്ട് ഫാസിസ്റ്റ് ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ മാത്രം മതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ വന്ന അധോഗതി എങ്ങനെയാണ് മനസ്സിലാക്കാൻ. അവരോട് വിയോജിപ്പ്, സത്യസന്ധനായ അദ്ദേഹം തന്റെ നിലപാടുകൾ കൃത്യമായി പറഞ്ഞു, വിയോജിപ്പുകൾ പറഞ്ഞു. അതൊന്നും കൃത്യമായി ഖണ്ഡിക്കാൻ അവർ സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് പോലും പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് മടത്തിനേത്ത് വിജയൻ അധ്യക്ഷത വഹിച്ചു. ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി G ദേവരാജൻ, UDF ചെയർമാൻ KC രാജൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ, LK ശ്രീദേവി, MS ഷൗക്കത്ത്, തൊടിയൂർ താഹ, താഷ്കണ്ട് കാട്ടുശ്ശേരി, M അൻസാർ, R രാജശേഖരൻ, KG രവി, അഡ്വക്കേറ്റ് KA ജവാദ്, BS വിനോദ്, ചുറ്റുമൂല നാസർ, സലീം ബംഗ്ലാവിൽ, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, ഷമ്മാസ്, നഗരസഭാ ചെയർമാൻ P സോമരാജൻ, ബിന്ദു ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമാനകരമായ ഒരു പ്രവർത്തനവും ഒരു വാക്കും എൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. എൻ്റെ ജീവിതം തുറന്നു വെച്ചിരിക്കുന്ന ഒരു പാഠപുസ്തകം പോലെയാണ്. ആർക്കും ഏത് സൂചിയിൽ നൂല് കോർക്കുന്ന സൂക്ഷ്മതയോടുകൂടിയും എൻ്റെ ജീവിതം പരിശോധിക്കപ്പെടാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പുതിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു. ഒരവസരം കൂടി നിങ്ങൾ തരണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ നടത്തി.
സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി സുഹൃത്തുക്കളുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നും, നമ്മളും നാളെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ കുടുംബത്തിന് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എപ്പോഴും നമ്മൾ പറയും, എല്ലാവരും ഞാൻ നേരത്തെ രതീഷിനോട് ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് ഒരു അമ്മ അവിടെ ഇരുന്ന് കൈ കിട്ടുന്നുണ്ട്. ഒരു മനുഷ്യനും അനാഥത്വം, ഒരു മനുഷ്യനും സമൂഹത്തിലെ ഭംഗിയായി നല്ല രീതിയിൽ ജീവിക്കണ്ട എന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല, തീരുമാനിച്ചവരുമില്ല. നല്ല രീതിയിൽ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അനാഥത്വം ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ എന്തുകൊണ്ടോ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴായിട്ട് എത്തിച്ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൊല്ലം ജില്ലാ ചെയർമാൻ രതീഷ് കടക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ K വിമൽകുമാർ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൺവീനർ ശശികുമാർ എഴുകോൺ അനുശോചനവും, ജനറൽ സെക്രട്ടറി ഷാജി വടകര സംഘടനാവലോകനവും, ജില്ലാ ജനറൽ സെക്രട്ടറി G ശെൽവരാജ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജയൻ മലയങ്കീഴ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നിർവഹിച്ചു. ജോയിന്റ് കൺവീനർ സന്തോഷ് ചിത്ര, പബ്ലിസിറ്റി കൺവീനർ ജയകുമാർ, ചിറക്കര വൈസ് ചെയർമാൻ രാജേഷ്, ജില്ലാ ട്രഷറർ P പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം. ചവറയിലും മാവേലിക്കരയിലും LDF സ്ഥാനാർത്ഥികളുടെയും കരുനാഗപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിയുടെയും പ്രചരണാർത്ഥം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ബോബൻ ജി നാഥാണ് CR മഹേഷിനെതിരെ മത്സരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടെന്നും കുറ്റപ്പെടുത്തൽ. ലിറ്റർ വിദേശ മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്കിടെ ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നാണ് വിദേശ മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. കോൺഗ്രസ് നേതാവും മുൻ കുന്നത്തൂർ MLA കോട്ടക്കുഴി സുകുമാരന്റെ മകനുമായ ദിനകർ കോട്ടക്കുഴി BJPയിൽ ചേർന്നു. ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും BJP നേതൃത്വം നൽകുന്ന കരുത്ത് തിരിച്ചറിഞ്ഞാണ് തീരുമാനമെന്ന് ദിനകർ കോട്ടക്കുഴി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.